ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തി നിങ്ങളിലേക്ക് ഇനി പഴയ പോലെ തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ഡിവൈൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എപ്പം മുതൽ നിങ്ങൾ കാണുന്നുവോ അപ്പം മുതൽ റീസണേറ്റ് ആകുന്നതാണ്. ആൻഡ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവരുടെയും എനർജി കമ്പൈൻ ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിരിക്കും. സോ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും റീസണേറ്റ് ആയെന്ന് വരില്ല, ചിലവർക്ക് എല്ലാതും റീസണേറ്റ് ആയെന്നും വരും. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിലാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ ലൈഫ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ആൻഡ് ഓഫ് കോഴ്സ് ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ഒരു വഴികാട്ടിയാണ്. എന്തൊക്കെയാണോ തടസ്സങ്ങൾ, എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിലെ പർപ്പസുകൾ, ഇതെല്ലാം അറിയിച്ചു തരുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ളൊരു വഴികാട്ടി കൂടിയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ എനർജിയിൽ, വേറെ എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട്, അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് എനർജി കൊണ്ടുവരിക. നമുക്ക് നോക്കാം. ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. സ്പൈ. ഇതിലെനിക്ക് നിങ്ങളുടെ എനർജിയിലാണ് കൂടുതലും വരുന്നത്. നിങ്ങളവരെ ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, അവരുടെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഏറെ ആഗ്രഹം മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ലൈക്ക് മാസ്കുലിൻ എനർജി. ഒരുപാട് ഡൗട്ട്സുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സുകളെ അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കൺഫ്യൂഷൻസ് ആണ് ഏറെക്കുറെ കാണിക്കുന്നത്. ആ വ്യക്തിയിലും നിങ്ങളുടെ ഏറെക്കുറെ ഒരു മിററിങ് എഫക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഡിസിഷൻ. ഗുഡ് സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. കാർഡ്സിൻ്റെ ഓവറോൾ എനർജി നോക്കിയിട്ട് ഞാൻ പറയാം. ഒറ്റയ്ക്ക് എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ഫാമിലി. സോ ഇതാണ് നമുക്കിന്ന് കാർഡ്സായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് നിങ്ങളുടെ ഒരു എനർജി കുറച്ചധികമായിട്ട് ഇവിടെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളത് എക്സാക്ട്ലി ഇവിടെ ഡിവൈൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മളൊരു കാർഡ്സിനെ ഡിപ്പെൻസ് ആക്കിയിട്ട് മാത്രമല്ല ഒരു റീഡിങ് കൊടുക്കുന്നുണ്ടായിരിക്കുക. നമ്മളൊരു ഇൻഡ്യൂഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ആദ്യം കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്, നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയുക, ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതല്ല. എല്ലാം നിശ്ചയിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ സോള് ഇപ്പോൾ കടന്നുകൊണ്ട് പോയിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ജീവിതത്തിൽ എന്താ പറയുക, നിങ്ങൾ ആർക്കെന്ത് ഹെൽപ്പ് ചെയ്താലും നിങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ തിരിച്ചു കിട്ടുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ആക്ഷൻ ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഒരുപാട് മനോദുഃഖങ്ങൾ, ഓക്കെ, നിങ്ങളുടെ
കുറച്ച് ലൈഫിൽ ഒരുപാട് മനോദുഃഖങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് കമ്മിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറിലെ എനർജിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒരുപാട് മാനസികമായിട്ട് ദുഃഖങ്ങളെ പേറി നടക്കുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ നിങ്ങൾ ലൈഫിൽ സ്നേഹിച്ച് കൂട്ടാൻ ശ്രമിച്ചാലും അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഏറെക്കുറെ പേർക്കും ഫ്രം ദ സ്റ്റാർട്ടിങ്, നിങ്ങളുടെയൊക്കെ ലൈഫിലെ സ്റ്റാർട്ടിങ്ങിൽ മുതൽ തന്നെ, സ്റ്റാർട്ടിങ് നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലേ നിങ്ങൾക്ക് ഒരുപാട് വേദനകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ലൈഫിൽ സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അവസ്ഥ, ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിൽ സന്തോഷത്തിൽ ചെന്ന് നിന്നാലും അതൊരു സമയം കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് തരുന്നത് ദുഃഖങ്ങളായിട്ടാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ ഡിവൈൻ ഇവിടെ കാണിച്ചു തരുന്നത്, ഇത് നിങ്ങളെ ലൈഫിൽ എന്താ പറയുക, ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ സോള് ഇവിടെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡിവൈന് മുമ്പിൽ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ ഈ ലൈഫിൽ വന്നിട്ട് ഇത്ര സോളുകളെ മീറ്റ് ചെയ്തോളാം, ഇന്ന കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങളായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കോളാം എന്നുള്ളത്. സോ ഈ ഒരു സോളുമായിട്ടുള്ളൊരു എന്താ പറയുക, അവരുടെ ഒരു എനർജിയിൽ നിങ്ങൾ കണക്റ്റഡ് ആകണമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഡിവൈൻ വിധിക്കപ്പെട്ടുള്ളതാണ്. ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ചെയ്ത നാൾ മുതൽ നിങ്ങൾക്ക് വേറെ ഏതൊരു പേഴ്സണെയും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും ഈ ഒരു പേഴ്സണോളം വരില്ല നിങ്ങൾക്ക് വേറെ ആരും എന്നാണ് കാണിക്കുന്നത്. കാരണം അത്രയ്ക്കും ഉള്ളൊരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ കംഫർട്ട് സോൺ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സണെ പറ്റിയിട്ട്. ആ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു പേഴ്സണാണ് ഓഫ് കോഴ്സ് എന്നാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. സോ ഇതിലേറെക്കുറെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള കാര്യങ്ങളാണ്, എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതായിട്ടാണ് ഇവിടുന്ന് കാണിക്കുന്നത്. സോ ഡെസ്റ്റിനിയിലുള്ളതാണെങ്കിൽ പോലും നമുക്കത് തിരുത്താനുള്ളൊരു വഴികളും ദൈവം കാണിച്ചു തരുന്നതായിരിക്കും. എത്ര ദുരിതം പേറി നടക്കുന്ന ജീവിതമാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഇപ്പോൾ ഈ ഒരു ടാരോ റീഡിംഗ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, നിങ്ങൾക്ക് ഈ ഒരു കഷ്ടപ്പാടിൽ നിന്നൊക്കെ കരകയറാനുള്ളൊരു വഴിയും ഡിവൈൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പലരിലൂടെയും ഈ വ്യക്തികളിലൂടെയൊക്കെ നിങ്ങളൊരു കഷ്ടപ്പാടുകൾ മറികടക്കാനുള്ളൊരു വഴിയും ഡിവൈൻ കാണിച്ചു തരും എന്നതാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന എനർജി. മാസ്കുലിൻ എനർജി എനിക്ക് വരുന്നുണ്ട്, ഏറെക്കുറെ അതാണ് കാണിക്കുന്നത്. ആൻഡ് നിങ്ങളെ വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള വ്യക്തി, അവരാൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നിങ്ങളെ എത്ര മനസ്സുകൊണ്ട് വേദനിപ്പിച്ച വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ വെറുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു മനസ്സിൻ്റെ ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് എന്താ പറയുക, തീരത്തോളം ദേഷ്യമുണ്ട്. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് അവരോട് സ്റ്റിൽ അവരോടുള്ളൊരു സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ട്. എത്ര തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങളോട് ചീറ്റിങ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കാര്യത്തിൽ എന്താ പറയുക, നന്നായിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റിങ്ങിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെന്നും കാണിക്കുന്നുണ്ട്. സോ ആ ചീറ്റിംഗ് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് എന്നാണ് ഡിവൈൻ പറയുന്നത്. അത് ഡിവൈൻ അറിയാം. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിനുള്ള ആൻസർ, എല്ലാത്തിൻ്റെ ആൻസർ ഡിവൈൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും അവരെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്റ്റിംഗ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓക്കെ, തിരികെ വരും എന്ന് കാണിക്കുന്നുണ്ട്.
അത് ഉടനെ ആയിരിക്കില്ല. നിങ്ങൾ എന്താ പറയുക, നേടിയെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് താനും. ഓക്കെ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഉള്ളിലെ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആൻഡ് സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരു സെലിബ്രേഷൻ ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. സോ അവർ തിരിച്ചു വന്നാലും നിങ്ങൾ എന്താ പറയുക, ആ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കണം എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ എന്താ പറയുക, അവിടെ 2 ഡിസിഷൻ ഉണ്ടായിരിക്കും. ഇതുമായിട്ട് മുന്നോട്ട് പോകണോ ഇല്ലയോ, നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണോ അതോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എടുക്കേണ്ടി വരുന്നതായിട്ടും കൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ നോക്കാം. ഇത് നിങ്ങളുടെ ഒരു ലൈക്ക് സോൾ ഫാമിലി എന്നൊക്കെ പറയില്ലേ, സോൾ ഫാമിലിയിൽ തന്നെ ഉള്ളൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. സെപ്പറേഷൻ, ലോങ്ങിങ്, ഏറെക്കുറെ വ്യക്തികളിലും ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു അവരുടെ തിരിച്ചുവരവിൽ. സെൽഫ് വർത്ത് വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടി സെൽഫ് ലവ് ചെയ്യണം. ഓക്കെ, നിങ്ങളെ ലവ് ചെയ്താലാണ് നിങ്ങളിലേക്ക് പലതും അട്രാക്റ്റീവായിട്ട് വരുള്ളൂ. ഇവിടെ അട്രാക്ഷൻ എന്നുള്ളൊരു കാർഡ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഇപ്പോൾ ഏറെക്കുറെ അട്രാക്ഷൻ്റെ കുറവുകൾ കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടിയും നിങ്ങൾ എന്താ പറയുക, ഒരുക്കി ചമഞ്ഞ് നടക്കണമെന്നല്ല പറയുന്നത്, സെൽഫ് ലവ് ചെയ്യണം എന്നിവിടുന്ന് കാണിക്കുന്നുണ്ട്. സോ ഏറെക്കുറെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ, ആ ഒരു വ്യക്തിക്ക് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു ഹോം ഫീലിങ്സ് ആയിരുന്നു. ഒരു ലൈക്ക് എ ഫാമിലിയോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ ഫാമിലിയോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് പലതും ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് കാണിക്കുന്നത്. ഏറെക്കുറെ പേർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. സെൽഫ് ലവ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സെൽഫ് ലവ് ചെയ്യണമെന്നുള്ളത്. എഗെയിൻ നമ്മൾക്ക് ഇവിടെ എടുത്തു കാണിച്ചിട്ടുണ്ട്, സെൽഫ് ലവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏറെക്കുറെ ഇവിടെ ഈ ഭാഗത്ത് നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടായിരിക്കുള്ളൂ എന്നിവിടുന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ എന്തായാലും തിരികെ വരുന്നതാണ് കേട്ടോ നിങ്ങളിലേക്ക്. പക്ഷേ അത് ഈസി അല്ല. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ അവിടെ നിന്ന് ഡിവൈൻ ആ ഒരു വഴി ഓപ്പൺ ആക്കത്തുള്ളൂ. ഓക്കെ, കെമിസ്ട്രി, നിങ്ങൾ തമ്മിൽ ഒരുപാട് കെമിസ്ട്രി, പാഷൻ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു വ്യക്തി ഏറെക്കുറെ പേർക്കും ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ വന്ന് നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അവരവരുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് അവർ. ഇമോഷണലി വല്ലാത്ത രീതിയിൽ അവർ ബോണ്ടിങ് കൊടുക്കാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കറൻ്റ്ലി കാണുന്നത്. നിങ്ങളുമായിട്ട് ഇമോഷണലി വളരെയധികം കണക്റ്റ് ആയിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും അവരിപ്പോൾ ഒരുപാട് അകന്നു നിൽക്കുകയാണ്. ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ സോളുകൾ തമ്മിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഇപ്പോഴും ടൈഡാണ് എന്നുള്ളൊരു എനർജി കൂടെ നമുക്ക് വരുന്നുണ്ട്. സോൾ ടൈഡ്, അതായത് നിങ്ങളുടെ സോളുകൾ തമ്മിൽ ടൈഡാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു, ചെറിയൊരു വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിരുന്നു ഇത്. കാർമിക് ആണോ, സോൾമേറ്റ് ആണോ, എന്താ പറയുക, ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ളത്. ചില വ്യക്തികൾക്ക് കാർമിക് എനർജിയിൽ എനിക്കിവിടുന്ന് എനർജി കിട്ടുന്നുണ്ട്. സോ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഏറെക്കുറെ പേർക്കും അത് എൻഡിങ്ങിലേക്ക് പോകാനാണ് സാധ്യത. തിരികെ വന്നാലും എഗെയിൻ അതൊരു ലെസൺസ് ആണ്. അവർ ഓരോ ലെസൺസ് നിങ്ങളെ പഠിപ്പിക്കും. അതാണ് കാർമിക് കണക്ഷൻ്റെ ഒരു പ്രത്യേകത. സോ ആ ഓരോ ലെസൺസ് നിങ്ങളെ പഠിപ്പിച്ചിട്ട് അത് ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കും മിക്കപ്പോഴും. ഇവിടെ കുറേ പേർക്ക് അങ്ങനെ ഒരു കണക്ഷൻ്റെ എനർജി എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത്. സോ അത് നമ്മൾക്ക് ഏകദേശം ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ മോഡിൽ നിൽക്കും. ചില സമയത്ത് നന്നായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും, ചില സമയത്ത് അത് അകന്ന് മാറി നിന്ന് പോകും. അത് ഒരു ലെസൺസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിൽ അഗെയിൻ വന്നാലും അത് വീണ്ടും
സെപ്പറേറ്റഡ് ആയിട്ട് തിരികെ പോകുന്ന ഒരവസ്ഥയിലും കാണിക്കുന്നുണ്ട്. സോ കാർമിക് കണക്ഷൻ ഉള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ കാർമിക് കണക്ഷൻ ആണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കല്ല വേണ്ടത്. ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടായിരിക്കും ആ ഒരു കണക്ഷനിൽ. ആ ടോക്സിസിറ്റി നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ആകാനായിട്ട് പറ്റും. കാർമിക് കണക്ഷനെ നമുക്ക് സോൾമേറ്റ് കണക്ഷനിലേക്ക് മാറ്റാനും നമ്മളെ കൊണ്ട് കഴിയുന്നതായിരിക്കും. ഈ കാർമിക് കണക്ഷൻസ് വരുന്നത് തന്നെ കർമ്മ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ നിങ്ങളുടെ ആ ഒരു കർമ്മ നിങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് വളരെ രസകരമായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതും കൂടിയാണ്. സോ ഈ കർമ്മ ക്ലിയർ ആക്കാനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കോഡ് കട്ടിങ്, ഹീലിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് കുറേ പേർക്ക് എന്താ പറയുക, ആൻസിസ്ട്രൽ ബ്ലെസ്സിങ്സ് കുറവായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി പരമായിട്ട് തന്നെ നിങ്ങളുടെ പൂർവികരുടെ ഒരു ബ്ലെസ്സിങ്സ്, ചിലപ്പോൾ നിങ്ങളുടെ പൂർവികരപരമായിട്ട് റിലേഷൻഷിപ്പ് വൈസൊക്കെ ശാപങ്ങൾ നേടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിരിക്കും. സോ അത് വന്നിട്ട് നമ്മൾ കുടുംബത്തിൽ ജനിക്കുന്ന ചില രാശിക്കാരിലായിരിക്കും അത് ആ ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് ഹീലാക്കാനായിട്ട് അവർ വഴിയായിരിക്കും അത് ഹീലാകുന്നുണ്ടായിരിക്കുക, അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ചില ശാപങ്ങൾ. ഓക്കെ, ചിലപ്പോൾ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേപോലെ കിട്ടാം, ചിലപ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കും. ചില രാശിക്കാരിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജിയും കൂടി ഇവിടെ വരുന്നുണ്ട്. സോ എനർജി വരുന്നതാണ് നമ്മൾ എടുത്ത് പറയുക. ചിലപ്പോൾ നമ്മൾ റീഡിങ് എടുക്കുന്നത് ഇന്നൊരു ടോപ്പിക് ആണെങ്കിൽ പോലും ആ റീഡിങ്ങിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് നിങ്ങളെ മനസ്സിൽ ആ ഒരു വ്യക്തിനെ കുറിച്ച് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഡൗട്ട്സൊക്കെ മാറ്റുക. ഇവിടെ എന്തായാലും ഒരു റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എളുപ്പം നിങ്ങൾക്ക് നേടിത്തരാനുള്ളൊരു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളൊരു ഇതല്ല ഇവിടെ കാണുന്നത്. നിങ്ങളവിടെ എന്താ പറയുക, എന്തൊക്കെയോ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ആ ഒരു വഴിയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഏറെക്കുറെ അറിയും. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ, അതിന് മുമ്പ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.